Now we are moving to part 2 of second module, that is primary market. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു പോർഷനാണ്. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ പ്രൈമറി മാർക്കറ്റ്. അതായത് ക്യാപിറ്റൽ എങ്ങനെ, ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം, ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ സ്വരൂപിക്കാം ഇൻ പ്രൈമറി മാർക്കറ്റ്. There are basically 5 methods: public issue, offer for sale, private placement, right issue and EIPO. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള 5 മെത്തേഡ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ഇഷ്യൂ. മേ ബി നിങ്ങൾ, എനിക്ക് തോന്നുന്നു, കുറച്ച് ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, +1 ഓർ +2. എനിവേ, ചില ആൾക്കാർക്ക് ഇത് പുതിയ ടേംസ് ആയിരിക്കും, കുറച്ച് ശ്രദ്ധിച്ചിരിക്കാം. Public issue means when a company raises funds by selling its shares to the public through issue of offer or prospectus. It is called public issue. അതായത് പബ്ലിക്കിന് ഡയറക്റ്റ്ലി ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ അല്ല, ഷെയറും ഉണ്ട്, ഷെയർ മാത്രമല്ല, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് ഒക്കെ കൂടെ അടങ്ങിയതാണ് സെക്യൂരിറ്റി. ഓക്കെ, ഒരു കമ്പനിക്ക് ഇത് ഷെയർ മാത്രം വിൽക്കുമ്പോഴല്ല കേട്ടോ, ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കമ്പനി എന്ത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഇഷ്യൂ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഡയറക്ട്ലി ടു ദ പബ്ലിക്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതൊരു ഓഫർ ഡോക്യുമെന്റ് കോൾഡ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിൽ കമ്പനി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കമ്പനിയുടെ പേര്, എസ്റ്റാബ്ലിഷ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ ബാക്കി ഒബ്ജക്റ്റീവ്സ്, ബാക്കി അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പ്രോസ്പെക്ടസിൽ. ഈ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. യൂഷ്വലി അഡ്വർടൈസ്മെന്റ്സും കൊടുക്കും, ന്യൂസ് പേപ്പറിലും മാഗസിൻസിലും ഒക്കെ കൊടുക്കും. ആൻഡ് സെബിയുടെ ആക്ട് അനുസരിച്ചും കമ്പനീസ് ആക്ട് അനുസരിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോസ്പെക്ടസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു പബ്ലിക് ഇഷ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ IPO വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസ്പെക്ടസിന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കമ്പനി അഡ്മിനിസ്ട്രേഷനിൽ റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ് ആണ് പറയുന്നത്. എനിവേ, പബ്ലിക് ഇഷ്യൂ എന്താണ്? 2 ടൈപ്സ് ഉണ്ട്, IPO ആൻഡ് FPO. Let's see what are they. IPO means initial public offering. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അൺലിസ്റ്റഡ് കമ്പനി ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനിയുടെ പേര് വരുന്നതാണ് എന്ത് പറയുന്നത്, ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അൺലിസ്റ്റഡ് കമ്പനി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത കമ്പനി, ഒരു കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരണം എന്ന് തോന്നുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. IPO യൂഷ്വലി റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് IPO. IPOയിൽ പിന്നെ പ്രോസസ് ഒക്കെ ഇനി വരുന്ന പോർഷൻസിൽ പറയാം. IPOയിൽ കമ്പനി എന്ത് ചെയ്യും, കമ്പനി ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് യൂഷ്വലി നമുക്ക് IPO നടന്നു പോകുന്നത്. എന്നിവ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് IPO. Follow on public offer means when a listed company makes another public issue to raise further capital. ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് അതിന്റെ ഗ്രോത്തിനും അതിന്റെ എക്സ്പാൻഷനും വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് വിളിക്കുന്ന പേരാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. FPO 2 ടൈപ്പ് ഉണ്ട്, ഡയലൂട്ടീവ് FPO, നോൺ ഡയലൂട്ടീവ് FPO. അതായത് പുതിയ ഓഫർ കമ്പനിയുടെ ഷെയർ കൂട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡയലൂട്ടീവ് FPO. നോൺ ഡയലൂട്ടീവ് FPO മീൻസ് പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർസ് ആർ പ്രീവിയസ്ലി നമ്മൾ പ്രൈവറ്റ് ഇഷ്യൂ ചെയ്യും, ചില ഷെയർ പബ്ലിക്കിന് കൊടുക്കാതെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർ പബ്ലിക്കിന് കൊടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെയർസ് അവിടെ കൂടില്ല. അതിനെയാണ് നമ്മൾ നോൺ ഡയലൂട്ടീവ് എന്ന് പറയുന്നത്. നോ ന്യൂ ഷെയർസ് ആർ ഇൻക്രീസ്. ഡയലൂട്ടീവിൽ ആ ഷെയർസിന്റെ നമ്പർ കൂടും, നോൺ ഡയലൂട്ടീവിന്റെ ഷെയർസിന്റെ നമ്പർ കൂടില്ല. ഓക്കെ, IPO ആൻഡ് FPO മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നതാണ് IPO. ഒരു ഇഷ്യൂ ലിസ്റ്റ് ചെയ്ത കമ്പനി വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതാണ് FPO. ആൻഡ് ഇവിടെ പ്രൈസ് ഒന്നല്ലെങ്കിൽ ഫിക്സഡ് ആവും അല്ലെങ്കിൽ വേരിയബിൾ ആവും. ഇവിടെ പ്രൈസ് നമ്പർ ഓഫ് ഷെയർസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, കാരണം
ഫ്രഷ് ഇഷ്യൂ ആണ്. ഇവിടെ ഡൈല്യൂട്ടീവ് എഫ് പി ഒയിൽ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, നോൺ ഡൈല്യൂട്ടീവിൽ ഷെയർ ക്യാപിറ്റൽ വിൽ റിമെയിൻസ് സെയിം. ദിസ് ഈസ് യൂഷ്വലി എക്സ്പെൻസീവ്. ഇത് ചീപ്പറാണ്, കാരണം ഓൾറെഡി കമ്പനി ലിസ്റ്റ് ചെയ്താണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുപോലെ തന്നെ റിസ്ക് കുറവാണ്. ഇവിടെ റിസ്ക് കൂടുതലാണ്, കാരണം ഓൾറെഡി ഇഷ്യൂ ചെയ്തതുകൊണ്ട് ഇതിന് റിസ്ക് കുറവാണ്. സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി ആണ് യൂഷ്വലി ഐ പി ഒന് പോവുക, ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിയാണ് എഫ് പി ഒന് പോവുക. Hope you have understood the difference between IPO and FPO. Now let's see the IPO procedure. Initial public offer ചെയ്യാനുള്ള procedure. ആദ്യമായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, അതായത് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ റൈറ്റിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ICICI ആവാം, IDBI ആവാം, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡോക്യുമെന്റേഷൻ, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. തേർഡ് വൺ ഇസ് രജിസ്ട്രേഷൻ പ്രോസസ്. ഡോക്യുമെന്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അതിനെ എന്താ പറയുക ഐ പി ഒന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. പിന്നെ പ്രൈസിങ് ആണ്, ഏത് ടൈപ്പ് ഓഫ് പ്രൈസിങ് ആണ്, ഇപ്പം എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ആണോ വേറെ എന്തെങ്കിലും പ്രോസസ് ആണോ നോക്കിയിട്ട് പ്രൈസ് നമ്മൾ ഏത് മെത്തേഡിലൂടെയാണ് തീരുമാനിക്കുക എന്നുള്ളത്. പ്രൈസിങ് മെത്തേഡ്സ് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കും കേട്ടോ, ഏതൊക്കെയാണ് പ്രൈസിങ് മെത്തേഡ്സ് ഉള്ളത്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് മനസ്സിലാക്കുക, കമ്പനി പ്രൈസ് ഫിക്സ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെബിലൈസേഷൻ, അതായത് ദ അണ്ടർറൈറ്റർ ക്രിയേറ്റ്സ് എ പ്രോഫിറ്റബിൾ മാർക്കറ്റ് ഫോർ ദ കമ്പനി ആൻഡ് ഓൾസോ എയ്ഡ് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഷെയർ പർച്ചേസ് ചെയ്തെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അണ്ടർറൈറ്റേഴ്സ് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് മൊത്തത്തിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇതാണ് ഐ പി ഒന്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ഒരു കമ്പനി ഐ പി ഒക്ക് പോകുമ്പോഴുള്ള പ്രൊസീജിയറാണ് ഇത്. ഇതൊക്കെ ഐ പി ഒ എഫ് പി ഒയും ഏത് ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്? പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞ ഹെഡിന്റെ അണ്ടറിലാണ് വരുന്നത്. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഐ പി ഒ എഫ് പി ഒ, അതായത് പബ്ലിക് ഇഷ്യൂടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കമ്പനീനെ നാളെ അറിയും, പ്രോസ്പെക്ടസിലൂടെ ഷെയർ ഹോൾഡറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ലിക്വിഡേറ്റ് ചെയ്യും, അതായത് കമ്പനിക്ക് വേണ്ട ഷെയർ മണി കിട്ടും, പിന്നെ കമ്പനിയുടെ അവയർനെസ് കൂട്ടും. അതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് കുറച്ച് ടൈം എടുക്കും, പിന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, പ്രൈവസി ഇല്ല, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വിടേണ്ടി വരും, ഒരുപാട് അതായത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്, അതുപോലെ അണ്ടർറൈറ്റേഴ്സ്, ഒരുപാട് ഇന്റർമീഡിയറീസ് ഇൻവോൾവ് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവും ആണ് പ്രോസസ്. The second one is offer for sale. Second method of flotation of capital. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഐ പി ഒ. സെക്കൻഡ് മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഇസ് ഓഫർ ഫോർ സെയിൽ. ഇവിടെ ഡയറക്ട്ലി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യില്ല, പക്ഷെ കമ്പനി എന്ത് ചെയ്യും? ഇന്റർമീഡിയറീസിന് ഷെയർ അഥവാ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സെല് ചെയ്യും. ഇന്റർമീഡിയറീസ് ലൈക്ക് ഇഷ്യൂയിങ് ഹൗസസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇവർക്ക് സെക്യൂരിറ്റീസ് സെല് ചെയ്യും, ഇവർ പബ്ലിക്കിന് സെല് ചെയ്യും. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? കമ്പനി ആദ്യം ഇന്റർമീഡിയറീസിന് സെല് ചെയ്യും. ഈ ഇന്റർമീഡിയറീസ് ആണ് ആർക്ക് സെല് ചെയ്യാൻ പോകുന്നത്? ഇന്റർമീഡിയറീസ് ആണ് പബ്ലിക്കിന് സെല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കമ്പനിയുടെ ഒരു ടെൻഷൻ മാറി കിട്ടും, കമ്പനിയുടെ ഷെയർ ആൾക്കാർ പർച്ചേസ് ചെയ്യുമെന്ന ടെൻഷൻ മാറി കിട്ടും ഇന്റർമീഡിയറീസ് അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. So primary objective of offer for sale is to enable large shareholders to liquidate their holding or reduce their stake in company. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടെൻഷൻ കുറയ്ക്കുക, ഇന്റർമീഡിയറീസിന് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക? പബ്ലിക്കിന് കൊടുക്കുക. അപ്പൊ വെറുതെ അങ്ങ് ഓഫർ ഫോർ സെയിൽ ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. ആൻഡ് ഓഫർ ഫോർ സെയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം കമ്പനി അനൗൺസ് ചെയ്യും, പിന്നെ ഒരുപാട് കമ്പനീസ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ കമ്പനിയുടെ ഒരുപാട് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷെയറോ 10 ഷെയറോ ആയിട്ട് ഒരുപാട് ഷെയർസ് അത് ബിഡിംഗ് പ്രോസസ്സിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ബിഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ലേലം വിളി, ആൻഡ് പ്രൈസ് ബിഡിംഗ് പ്രോസസ്സിലൂടെ പ്രൈസ് ഡിസ്കവർ ചെയ്യും, പിന്നെ കമ്പനി കുറച്ച് ആൾക്കാർക്ക് അത് കൊടുത്തിട്ട് എലൊക്കേഷൻ ആൻഡ് സെറ്റിൽമെന്റ് നടത്തും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ലിക്വിഡിറ്റി ഉണ്ടാവും. സെക്കൻഡ് വൺ ഇസ് ക്യാപിറ്റൽ കുറച്ച് കോസ്റ്റിൽ നമുക്ക് റേസ് ചെയ്യാം. റെഗുലേഷൻസ് കമ്പയർഡ് ടു പബ്ലിക് ഇഷ്യൂ കുറവാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്രോസസ്സ് നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കുറയും, കാരണം ഒരുപാട് ഷെയർസ് കുറച്ച് ആൾക്കാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി ഡിമാൻഡ് മോർ റിട്ടേൺ, നല്ല റിട്ടേൺ വേണമെന്ന് കമ്പനീൻ്റെ അടുത്ത് ആവശ്യപ്പെടും. നല്ല ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും എന്താണ് ബുദ്ധിമുട്ട് ആണ്.
Now, the third method of flotation of capital in primary market is private placement. So as the name indicates, ഇവിടെ പബ്ലിക്കിന് കൊടുക്കില്ല, പകരം കമ്പനി ആർക്ക് കൊടുക്കും? കമ്പനിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് ഷെയർ കൊടുക്കുന്നതാണ് എന്ത്? പബ്ലിക് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം, കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, നമുക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ചൂസ് ചെയ്യാം, റെഗുലേഷൻസ് കമ്പയർഡ് ടു പബ്ലിക് ഇഷ്യൂ കുറവാണ്, ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, പെട്ടെന്ന് ക്യാപിറ്റൽ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് ഇൻ ദ കേസ് ഓഫ് ഓഫർ ഫോർ സെയിൽ, നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കുറവാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഓഫർ ഫോർ സെയിലിന്റെ സെയിം ഡിസഡ്വാൻറ്റേജ് എന്തിനു വരുന്നുണ്ട്? പ്രൈവറ്റ് പ്ലേസ്മെന്റിന് വരുന്നുണ്ട്. ദ ഫോർത്ത് മെത്തേഡ് ഇസ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണമെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ഇറ്റ് ഓഫേഴ്സ് ന്യൂ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. റൈറ്റ് ഇഷ്യൂവിന്റെ കേസ് വരുന്നതെന്ന് വെച്ചാൽ കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ വരുമ്പോൾ ഇറ്റ് ഇഷ്യൂസ് ന്യൂ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം കമ്പനി എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് കൊടുക്കണം, നിങ്ങൾക്ക് വാങ്ങാം വേണമെങ്കിൽ. പക്ഷെ വാങ്ങണം എന്ന് നിർബന്ധമില്ല. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? കമ്പനി അത് പബ്ലിക്കിന് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ യൂഷ്വലി റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈസ് കുറവിലാണ്, മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറച്ച് കുറഞ്ഞ പ്രൈസിന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് FPO. അതായത് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണം എന്ന് അത് തോന്നുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് FPOയും റൈറ്റ് ഇഷ്യൂ. അപ്പൊ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇഷ്യൂ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദേ വിൽ ഹാവ് ദ റൈറ്റ് ഐദർ ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ ടു ഡിനൈ ഇറ്റ്. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയർ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ആർക്ക് കൊടുക്കും? അത് പബ്ലിക്കിന് കൊടുക്കും. ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് ആണ്. യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറഞ്ഞ പ്രൈസിൽ കൊടുക്കും, ലീഗൽ റിക്വയർമെന്റ്സ് കുറവാണ്. പിന്നെ കമ്പനിയുടെ പവർ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് ആണല്ലോ, പുതിയ ആൾക്കാർ വന്നിട്ട് കമ്പനിയുടെ പവർ പോകുന്നില്ല, ഇമേജ് കൂട്ടും, കമ്പനിയിൽ കൺട്രോൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഇസ് EIPO. IPO തന്നെ ഡൺ ഇലക്ട്രോണിക്കലി. ഇപ്പം യൂഷ്വലി എല്ലാ IPOസും ഇലക്ട്രോണിക്കലി തന്നെയാണ് ചെയ്യുന്നത്, അതായത് ത്രൂ ഇന്റർനെറ്റ് ആണ് ചെയ്യുന്നത്. വെൻ ദ IPO is done through internet, through with the help of electronic media, it is called EIPO. സെബിയുടെ റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മെത്തേഡ്സ്: പബ്ലിക് ഇഷ്യൂ, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ ആൻഡ് EIPO. പബ്ലിക് ഇഷ്യൂവിൽ കമ്പനി എന്ത് ചെയ്യും? ഡയറക്ട്ലി പബ്ലിക്കിന് സെല് ചെയ്യും. ഓഫർ ഫോർ സെയിലിന് കമ്പനി ആദ്യം എന്ത് ചെയ്യും? ഇന്റർമീഡിയറീസിന് സെല് ചെയ്യും. ഇന്റർമീഡിയറീസ് പബ്ലിക്കായ ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യും. ഇവിടെ പ്രൈവറ്റ് പ്ലേസ്മെന്റിന് കമ്പനി ആർക്ക് സെല് ചെയ്യും? പ്രൈവറ്റ് പാർട്ടീസിൽ ഡയറക്ട്ലി സെല് ചെയ്യും. റൈറ്റ് ഇഷ്യൂവിൽ എന്താ കമ്പനി ചെയ്യുന്നത്? കമ്പനി സെൽ ദ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വാങ്ങുന്നില്ലെങ്കിൽ ഇവരാർക്ക് വിൽക്കും? അവര് പബ്ലിക്കിന് വിൽക്കും, ഈ കമ്പനി തന്നെ പബ്ലിക്കിന് വിൽക്കും. And the last one is EIPO. When the process of IPO is done electronically, it is called EIPO. So this is all about methods of flotation of raising capital in primary market. വളരെ വളരെ important ആണ്.